ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന വിമാനത്തിൽ തീവ്രവാദി ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണി സന്ദേശം കിട്ടിയത്രേ. ഇതേ തുടർന്ന് മുംബൈയിലെ ചെമ്പൂരിൽ നിന്ന് ഒരാളെ മുംബൈ പോലീസ് ചൊവ്വാഴ്ച തന്നെ അറസ്റ്റ് ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഇനി വിശദ വിവരങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫെബ്രുവരി 11-ന് പ്രധാനമന്ത്രി മോദി ഔദ്യോഗിക സന്ദർശനത്തിന് വിദേശത്തേക്ക് പോകുമ്പോൾ ഭീകരർ അദ്ദേഹത്തിന്റെ വിമാനത്തിനു നേരെ ആക്രമണം നടത്തിയേക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ ലഭിച്ചു. വിവരങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് മറ്റ് ഏജൻസികളെ അറിയിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് മുംബൈ പോലീസ് പറഞ്ഞത്. ഇത് സ്വാഭാവികമാണല്ലോ. നമുക്കെപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജീവനും സുരക്ഷയും ഒക്കെ മുഖ്യമാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ഒരു സന്ദേശം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അന്വേഷണം ആരംഭിക്കും. എന്നാൽ പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. മുംബൈ പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഭീഷണി സന്ദേശം വിളിച്ച് പറഞ്ഞയാളെ ചെമ്പൂർ പ്രദേശത്ത് നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ മാനസിക രോഗിയാണ്. അതും അവർ കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം AI ആക്ഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഹ അധ്യക്ഷനായിരുന്നു. ആഗോള നേതാക്കൾ, നയരൂപകർത്താക്കൾ, വ്യവസായ വിദഗ്ധർ എന്നിവർ പങ്കെടുത്ത ഉന്നതതല സെഗ്മെന്റിൽ ഒരാഴ്ച നീണ്ടുനിന്ന ഉച്ചകോടി സമാപിച്ചു. ചൊവ്വാഴ്ച ഫ്രഞ്ച് നഗരത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് മാർസയിലെ ഹോട്ടലിൽ ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് ഊഷ്മളമായ സ്വീകരണം ലഭിച്ചു. ന്യൂക്ലിയർ ഫ്യൂഷൻ ഗവേഷണത്തിലെ സുപ്രധാന അന്താരാഷ്ട്ര സഹകരണമായ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പദ്ധതി സന്ദർശിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി മോദി തയ്യാറെടുക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ചരിത്രപരമായ ബന്ധങ്ങളോടുള്ള ആദര സൂചകമായി ലോകമഹായുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ഇന്ത്യൻ സൈനികരെ ആദരിക്കുന്നതിനായി പ്രധാനമന്ത്രി മസാർഗസ് യുദ്ധ സെമിത്തേരിയും സന്ദർശിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തതായി US-ലേക്കാണ് പോകാൻ പോകുന്നത്. പ്രസിഡന്റ് ട്രംപ് 2ാം തവണ അധികാരമേറ്റ ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇത്. ബുധനാഴ്ച പാരീസിൽ AI ആക്ഷൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗൂഗിൾ CEO സുന്ദർ പിച്ചയുമായും കൂടിക്കാഴ്ച നടത്തി. അവിടെ AI ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന അവിശ്വസനീയമായ അവസരങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. രാജ്യത്തിന്റെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഗൂഗിളിനും ഇന്ത്യയ്ക്കും എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഇന്ത്യൻ വംശജനായ ആൽഫബറ്റ് ഇൻക് CEO സുന്ദർ പിച്ചയുമായി ചർച്ച ചെയ്തു. വിശ്വാസയോഗ്യവും സുതാര്യവുമായ AI സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിൽ പക്ഷപാതങ്ങളിൽ നിന്ന് മുക്തമായ ഗുണനിലവാര ഡേറ്റ സെറ്റുകൾ നിർണായകമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ അധ്യക്ഷതയിൽ പാരീസിൽ നടന്ന AI ആക്ഷൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹം, സമ്പദ്വ്യവസ്ഥ, സുരക്ഷ എന്നിവയെ പുനർനിർമ്മിക്കുന്നതിൽ AIയുടെ പരിവർത്തന സാധ്യതകൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. സാങ്കേതിക ഭരണവും സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണവും സ്ഥാപിക്കുന്നതിനുള്ള കൂട്ടായ ആഗോള ശ്രമങ്ങൾക്ക് പ്രധാനമന്ത്രി ആഹ്വാനവും ചെയ്തു. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.